ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിതിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിക്കാമെന്നും എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ബ്ലോഗിൽ ആഡ് ചെയ്ത ഒരു പോസ്റ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മളെ പോസ്റ്റിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് കൊടുത്തു. ഈ പ്രൊജക്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പിക്ചർ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എങ്ങനെ ഇതിലിപ്പോൾ ഓൾറെഡി കൊടുത്ത ഡാറ്റാസുകൾ എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്ന് പുതിയൊരു പേജ് കൂടി ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ പുതിയൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, edit.html എന്ന് ചേർത്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്കിതിൽ എന്ത് ചെയ്യാം, എഡിറ്റ് എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്നുള്ള പേജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് ഫോം എഡിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഹൈപ്പർ ലിങ്കിലേക്കായിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ വന്ന് ലിങ്ക് ആയതുകൊണ്ട് എ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഈ ബട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈപ്പർ ലിങ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ബട്ടണ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ $സൈൻ ഇട്ടു, അതിനുശേഷം URL എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് എഡിറ്റ് എന്നുള്ള പേജിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് എഡിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആ ID എന്നുള്ളത് കൂടി പാസ് ചെയ്യണം. അപ്പോൾ ഇത് കൂടി ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് % വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ഡിലീറ്റിന് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും തുടരുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മുടെ URL എന്ന പേജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ URL എടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിലീറ്റ് എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ വന്ന് പാത്ത് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എഡിറ്റ് എന്ന് ചേർത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ID പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് int:ID എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് വ്യൂസ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് എഡിറ്റ്, ആ പേജ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ സജസ്റ്റ് ചെയ്യാത്തത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് നെയിം എന്നും ചേർത്തു. നെയിം നമ്മൾ എഡിറ്റ് എന്നും ചേർത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ URLൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, വ്യൂസിലേക്ക് പോവാം. അപ്പോൾ വ്യൂവിൽ നമ്മൾ കൊടുത്ത ഈ ഡിലീറ്റിന് നേരെ താഴെയായിട്ട് നമുക്ക് ആ എഡിറ്റിൻ്റെ ടാഗ് കൂടി കൊടുക്കുക. അപ്പോൾ ഡിഫ് എന്ന് എഴുതി അതിനുശേഷം എഡിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റിക്വസ്റ്റ്, 2 പാരാമീറ്ററാണ് നമ്മളിതിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് റിക്വസ്റ്റ് അതേപോലെ തന്നെ ID, ഈ 2 പാരാമീറ്ററാണ് നമ്മളിതിലേക്ക് പാസ് ചെയ്യുന്നത്. അത് രണ്ടും കൂടെ ചേർത്തു. അതിനുശേഷം ഒരു കോളൻ ഇട്ടു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ചധികം കോഡുകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കോഡുകൾ, അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, അതെങ്ങനെ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ID ഉപയോഗിച്ചിട്ട് ആ പോസ്റ്റിനെ നമുക്കിവിടുന്ന് ഗെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പോസ്റ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, നമുക്കിവിടെ വന്ന് ഒബ്ജക്ട്സ് എന്ന് ചേർത്തു. അതിനുശേഷം ഗെറ്റ്, അതിനുശേഷം ID = ID. അപ്പോൾ നമ്മൾ അവിടെ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ID എന്ത് ചെയ്യും, ആ ID ഈക്വൽ ആയിട്ടുള്ള ഡാറ്റ പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മളിവിടെ വന്നൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോം എന്നുള്ളത് നേരത്തെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫോം മേക്ക് പോസ്റ്റ് തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഫോം. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിന് നമ്മളിവിടെ വന്ന് മേക്ക് പോസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൾറെഡി ഏതാണോ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തത്, അതായത് ഈ പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അതിന് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ പോസ്റ്റിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് എന്ത് ചെയ്യും, ആ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം,
ആ ബട്ടണിൽ, അതായത് അതിൻ്റെ താഴെയുള്ള ആ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഈഫ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് റിക്വസ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം നമുക്കിവിടെ വന്ന് മെത്തേഡ്, അതിനുശേഷം ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ പോസ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോളൻ ഇടുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഫോം കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫോം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, മേക്ക് പോസ്റ്റ് മുകളിൽ കൊടുത്ത അതേ ഫോം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, റിക്വസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ ഡാറ്റ ആഡ് ചെയ്തപ്പോൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ് ഫയൽ എന്നുള്ളത് കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൽ ഫയൽ, അതായത് നമുക്ക് ഇമേജ് കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഫയൽസ് എന്ന് വരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എന്നുള്ളത് ഇൻസ്റ്റൻസ്, ആ ഫോം എന്നുള്ളത് പോസ്റ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റാസ് ആയിരിക്കണം ആ ഫോമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊടുത്ത ഫോമിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസുകളൊക്കെ ഓക്കെ ആണോ, അതായത് ട്രൂ ആണോ, വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ വന്ന് ഫോം എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് _വാലിഡ് എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ആ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് form.save എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ പേജ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ, അതിനുശേഷം റീഡയറക്റ്റ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് പേജിലേക്കാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എഡിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്ന് എഡിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ കൊടുക്കുന്നത്, ഈ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആ ബ്ലോഗ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഡാറ്റാസുകളൊക്കെ ആ ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അതിന് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ് റിട്ടേൺ, അതിനുശേഷം ഇവിടെ വന്ന് റെൻഡർ. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ്, അതിനുശേഷം ആ പേജിൻ്റെ പേരെന്താണോ അതിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ പേജിൻ്റെ പേര് എന്നുള്ളത് edit.html എന്നാണ്, അത് ചേർത്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന ഒരു ഡിക്ഷണറിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഈ സെലക്ട് ചെയ്യുന്ന ഈ ഫോം എന്നുള്ളത് എന്ത് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫോം എന്നിട്ട് അതിന് ശേഷം കോളൻ, അതിനുശേഷം എഗെയിൻ നമ്മളിവിടെ വന്ന് ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ വ്യൂവിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എഡിറ്റ് എന്നുള്ളതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള HTML ഒക്കെ കൊടുക്കണം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ടൈപ്പ് ചെയ്യുന്നില്ല. നേരത്തെ ആ പോസ്റ്റ് എന്നുള്ള ഭാഗത്തുണ്ടായിരുന്ന അതേ ഡാറ്റാസുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് കൂടി ഞാനത് കോപ്പി ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഡിറ്റ് എന്നുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സേവ് എന്നുള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എഡിറ്റ് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈക്വലാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ടൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇമേജ്, കറൻ്റിൽ ഏത് ഇമേജാണോ നമുക്കിവിടെ വരുന്നത് അത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റിൽ എന്ത് ചെയ്യാം, ഹായ് എന്നും, കണ്ടൻറ്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഹലോ എന്നും, അതേപോലെ തന്നെ ഇമേജ് എന്നുള്ള ഓൾറെഡി ഇപ്പോൾ എക്സലിൻ്റെ ഒരു ഇമേജാണ്, അത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഇമേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് എഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ, ഇപ്പോൾ നേരത്തെ ആ എക്സലിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ആ കൊടുത്ത ഇമേജ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട വ്യൂവിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന ഡീറ്റെയിൽസിൽ കൊടുത്ത ഈ ബട്ടണും അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുത്ത URL കൊടുത്ത ഈ കാര്യങ്ങളും മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വാട്സപ്പ് ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.